ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വ്യക്തി നിങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇതൊരു മെഡിറ്റേഷൻ രൂപത്തിലാണ് വരുന്നത്. കാമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇതിൻ്റെ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അത് അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളോട് എന്ത് പറയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് അവർ പറഞ്ഞിരിക്കും. അപ്പോൾ ഇത് ടോട്ടലി ചെയ്യേണ്ടത് 7 days ആണ്. അത് ഒരാഴ്ച നമ്മൾ കൃത്യമായിട്ട് എപ്പോഴാണോ ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു നേരം ചെയ്താൽ മതി. ടോട്ടൽ 7 days ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്സുകളിലോട്ട് പോവാം. ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ആ വ്യക്തി നിങ്ങളോട് പറയേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവണം. എവിടെ? ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ മെഡിറ്റേഷനിലോട്ട് പോകുന്ന സമയത്ത് പിന്നെ നിങ്ങൾ അവിടെ എന്താ പറയേണ്ടത് എന്നുള്ളത് അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സെൻറ്റൻസ്, ഇപ്പോൾ എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതാവാം. ഇനിയിപ്പോൾ ഇഷ്ടം മാത്രമല്ലല്ലോ, വേറെ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിന് അത്തരം സാഹചര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ, ഒരാളൊരു ജോലി തരാൻ, അല്ലെങ്കിൽ നമ്പർ ചോദിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡേറ്റിങ്ങിന് വിളിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോയാലോ എന്ന് ചോദിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ എന്ത് സെൻറ്റൻസും ആവാട്ടോ. അപ്പോൾ അത് എന്താണ് അവർ പറയേണ്ടത്, എന്ത് പറഞ്ഞാലാണ് നിങ്ങൾ ഹാപ്പി ആവുക, അതാണ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടത്. ഒറ്റ സെൻറ്റൻസ് മതി. ഇനി കൂടിപ്പോയാൽ 2 സെൻറ്റൻസ്, ഒത്തിരി വേണ്ട. എന്നിട്ട് അത് മനസ്സിൽ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് തുടങ്ങാൻ. നമ്മുടെ ഇൻറ്റൻഷൻ അതാണ്, ഇന്നത് അവർ പറയുന്നു എന്നുള്ള രീതിയിൽ. അവരെങ്ങനെയാണോ പറയുന്നത് അതേ ശൈലിയിൽ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റെപ്പുകൾ തുടങ്ങുകയാണേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് മിനിമം ഒരു 10 ബ്രീത്തെങ്കിലും എടുത്ത് വിടുക. ഓക്കെ, ദീർഘശ്വാസമാണ് എടുക്കേണ്ടത്, സ്ലോലിയാണ് നമ്മൾ പുറത്തേക്ക് വിടേണ്ടത്. ഇനി പെട്ടെന്ന് മൈൻഡ് കാമാവാത്ത ആളുകളാണെങ്കിൽ ഒരു 20 ബ്രീത്ത് വരെ പോവാം. മിനിമം 10, മാക്സിമം 20. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡീനെ മൊത്തത്തിലൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. അഥവാ എവിടെയും ബലമൊന്നും പിടിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുക. നമ്മുടെ കഴുത്തും തലയും അതുപോലെ തന്നെ നട്ടെല്ലും ലംബമാക്കി വെക്കുക, സ്ട്രൈറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രീത്തിങ്. അത് കണ്ണടച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി കണ്ണ ഓപ്പൺ ചെയ്യരുത്, എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ബ്രീത്തിങ് കഴിഞ്ഞാൽ ബോഡി റിലാക്സ് ചെയ്യിപ്പിച്ചു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. ആ വ്യക്തി നമ്മുടെ തൊട്ടടുത്തുണ്ട്. ആ വ്യക്തി അകലെയാണ് എന്നുള്ളതല്ല ഇമാജിൻ ചെയ്യേണ്ടത്. ആ വ്യക്തിയുടെ മുഖം അല്ല ഇമാജിൻ ചെയ്യേണ്ടത്. ടോട്ടലി ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് നമ്മുടെ തൊട്ടടുത്തുള്ളതായിട്ട് ഇമാജിൻ ചെയ്യണം. ഓക്കെ, അത് മാക്സിമം ഫീൽ ചെയ്യണം. ആ വ്യക്തിയുടെ പ്രസൻസ്, സ്മെല്ല്, ഇതൊക്കെ ഫീൽ ചെയ്യുക. ഓക്കെ, ഫീൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ വ്യക്തിയുടെ കയ്യിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്നതായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളോട് ഐ ലവ് യു പറയാൻ ഒക്കെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആ വ്യക്തിയുമായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് വിഷ്വൽ ചെയ്യാം. ഇനി അതല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെ നിങ്ങളൊരു ചെറിയൊരു കണക്ഷൻ അടുത്തിരിക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രസൻസും കാര്യങ്ങളും മാത്രം ഫീൽ ചെയ്താൽ മതി. ഓക്കെ, അല്ല റൊമാൻസ് പരിപാടികളൊക്കെയാണ് നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന, അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ വിഷ്വൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാനാണ് സാധ്യത. അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ കയ്യിൽ സ്പർശിക്കുന്നു, ആ വ്യക്തിക്ക് ഒരു ചുംബനം കൊടുക്കുന്നു, അതുപോലെ തന്നെ ആ വ്യക്തിയെ ഒന്ന് ജസ്റ്റ് ഹഗ് ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സീക്രട്ട് ഉണ്ട്. എന്ത്? എവ്രിതിങ് ഈസ് എനർജി. എല്ലാം എനർജിയാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഈവൻ നമ്മുടെ തോട്ട്, നമ്മുടെ ഓരോ വേർഡ്സ്, ഇതെല്ലാം പവർഫുൾ ആണ്. നമുക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ഇമോഷൻസ്, മീൻസ് ഫീലിങ്സ്, ആ ഒരു ഫീലിങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ
അവിടെ ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ബിലീഫ് കൂടി ഉണ്ടെങ്കിൽ, അത് നടക്കുന്നു ഉറച്ചു വിശ്വസിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മളിൽ നിന്നും അവരുടെ എനർജി ഫീൽഡിലോട്ട് പോവുകയും അവർ നമ്മളെ മിസ് ചെയ്യുകയും അവർക്ക് നമ്മൾ എന്താണോ തോട്ട് കൊടുക്കാൻ പോകുന്നത്, ഇനി ഭാവിയിൽ കൊടുക്കാൻ പോകുന്നത്, മീൻസ് ഈ മെഡിറ്റേഷനിൽ കൊടുക്കാൻ പോകുന്നത്, ആ തോട്ട് തന്നെ അവർ നമ്മളോട് വന്നിട്ട് പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വളരെ പവർഫുൾ ആണിത്. ഇതിന്റെ പുറകിലെ സീക്രട്ടുകളൊന്നും നിങ്ങൾ അന്വേഷിച്ച് പോകണ്ട, ജസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നു, അവരെ ടച്ച് ചെയ്യുന്നു, ഹഗ് ചെയ്യുന്നു. അങ്ങനെ ഈ രണ്ട് എനർജികൾ തമ്മിൽ നമ്മൾ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, പ്രസൻസും സ്മെല്ലൊക്കെ ഫീൽ ചെയ്തിട്ട്. അതിനുശേഷം ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്താണ് ഇമാജിൻ ചെയ്യേണ്ടത്? നിങ്ങൾ നേരത്തെ പേപ്പറിൽ എഴുതി വെച്ചിട്ടില്ലേ, ആ ഒരു സെന്റൻസ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് അത് കേൾക്കുന്നു. അവർ നല്ല കംഫർട്ടബിൾ ആണ്, നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ്. നിങ്ങൾ അപ്പോൾ അവരത് പറയുന്ന സമയത്ത് എന്താണ് മറുപടി പറയുന്നത്, അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, നിങ്ങളുടെ അപ്പോഴത്തെ ഫീലിങ്സ്, അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു തുടർന്നിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഡീപ്പായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിൽ. ഓക്കെ, ആ വിഷ്വൽ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ളതായിട്ടുള്ള ആ ഒരു പ്രസൻസ് നിങ്ങൾ ഫീൽ ചെയ്യുകയും വേണം. അങ്ങനെ അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പതിയെ അത് കുറച്ച് ടൈം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് കൈകൾ ഇങ്ങനെ ജസ്റ്റ് റബ്ബ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ണിന് മുകളിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് പതിയെ കണ്ണുകൾ ഓപ്പൺ ചെയ്യുക. ഇതൊന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് 100% റിസൾട്ട് ആയിരിക്കും. 7 days ആണ് തുടർച്ചയായിട്ട് ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ആ വ്യക്തി നിങ്ങളോട് ഇത് പറയുക എന്നുള്ളത് മാത്രമല്ല, ആ വ്യക്തി നിങ്ങളെ വിളിച്ച് സംസാരിക്കണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളെ ഒത്തിരി ചേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അഫർമേഷൻ കൂടി നിങ്ങൾ ഉപയോഗിക്കണം. അതൊരു 5 minutesോളം റിപ്പീറ്റ് ചെയ്ത് പറയണം ഈ മെഡിറ്റേഷന് ശേഷം. അപ്പോൾ ആ അഫർമേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ അഫർമേഷൻ വേണ്ട ആളുകൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മുകളിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, ആ നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്ന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരാം. ആ അഫർമേഷൻ കൂടി ചെയ്യാം. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളോട് ഈ കാര്യം പറയുക മാത്രമല്ല, ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുക കൂടി ചെയ്യും. ചേസ് ചെയ്യുക മാത്രമല്ല, എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കും, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു റിസൾട്ട് കൂടി വേണമെന്നുള്ളവർ മാത്രം മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അല്ലാത്തവർ ഈ മെഡിറ്റേഷൻ മാത്രം ഒന്ന് ചെയ്യുക. അത് നിങ്ങൾക്ക് എത്രയും എളുപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 7 days കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യരുത്. 7 ദിവസം കഴിഞ്ഞാൽ ഇത് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാം. ഹൗ, എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും, വെൻ, എപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യും, ഈ ഹൗ എന്നുള്ളതും വെൻ എന്നുള്ളതും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യരുത്. ഇത് യൂണിവേഴ്സിന് വിടുക. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. 7 days മാത്രമാണ് ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ആയിക്കോളും. ചില ആളുകൾക്ക് റിസൾട്ട് ഒരു 20 daysനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും. ചില ആളുകൾക്ക് 30 days ഒക്കെ ആവാറുണ്ട്. എന്തായാലും നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അത് കരുതിയിട്ട് നാളെ കിട്ടും, ഇന്ന് കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. 7 ദിവസം ചെയ്തിട്ട് അത് വിട്ടേക്കുക, മാനിഫെസ്റ്റ് ആയിക്കോളും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.